ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയ്ക്ക് ഊണിനൊരു മീൻ കറി ആയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ലൊരു മീൻ കിട്ടി. അതായത് ചുറക് എന്ന് പറയുന്ന മീനാണ്. ഇത് നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. സ്രാഗ് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് ചുറക് മീനാണ്. ഷാർക്കില്ലേ, അതാണിത്. നല്ല വലിയ ഷാർക്ക് മാർക്കറ്റിൽ കഷ്ണമാക്കി കൊടുക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. പീസ് ആക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ പീസാക്കി കെട്ടിയ ചുറകാണിത്. ഇടത്തരം ചുറകാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യണം. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ അരമൊക്കെ കളഞ്ഞെടുക്കണം. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കിട്ടും. നല്ല പീസാക്കി കിട്ടും ഇതുപോലെ. അപ്പം ഇന്ന് ഈ ചുറക് കറിയാണ് വെക്കാൻ പോകുന്നത്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചുറക് മീൻ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത്. മൺചട്ടിയൊക്കെ വേണ്ടവർ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചുറക് മീനാണ് കേട്ടോ. ഇത് 1 കിലോ അളവിലാണ് മീൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇനി വട്ടത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇഞ്ചി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 4 പച്ചമുളക് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർക്കാം. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി 1.5 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്താൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നമുക്കിതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതലിരിക്കട്ടെ. ഇതിലേക്ക് ഇനി പുളിക്ക് ആവശ്യമുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കഷ്ണം കുടംപുളി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. 1/2 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് ഇട്ടിരിക്കുന്നത്. 2 കഷ്ണം കുടംപുളിയാണ്. ഇതൊന്ന് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം, കീറി. പുളിക്ക് ആവശ്യമുള്ള കുടംപുളി എടുക്കുക. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പുളിക്കുള്ള കുടംപുളി നിങ്ങൾ ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ വേവിക്കാം. 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചുറകൊക്കെ നന്നായിട്ട് വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നേരെ ചൂടുള്ള വെള്ളം ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഈ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ കഷ്ണങ്ങളിൽ പിടിക്കുന്ന സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുന്നത്. തേങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ തെളിഞ്ഞു വരും. തേങ്ങ അരപ്പോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ച് ചേർത്താലും എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും. ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ കറി വെച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നല്ലതുപോലെ വറ്റിയത് കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കാവും. അതായത് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത്
എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ ചുറക് കറി. ഈ കറി ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. പിറ്റേന്ന് എടുക്കുകയാണെങ്കിലായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്